നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീനിന് മുകളിൽ സബ് ടൈറ്റിൽ വരാറുണ്ടോ? അതായത് ഇതുപോലെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ എഴുതി വരുന്നുണ്ടോ? അങ്ങനെ എഴുതി വരുന്നത് ആ വീഡിയോ കാണുന്നതിനോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനോ നിങ്ങൾക്കൊരു ശല്യമാകുന്നുവെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ആവശ്യമെങ്കിൽ വീണ്ടും നമുക്കത് എനേബിളും ചെയ്യാം. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യൂട്യൂബ് സെറ്റിംഗ്സുകളെ സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീനിന് മുകളിലായി വരുന്ന ആ സബ് ടൈറ്റിൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി എൻ്റെ ചാനലിലെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രീനിന് മുകളിൽ മലയാളത്തിൽ സബ് ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ഫോൺ സെറ്റിംഗ്സിന്റെ വീഡിയോയാണ്. അപ്പോൾ ഇതിന്റെ ഇൻട്രോയുടെ ഭാഗത്ത് ഇങ്ങനെ എഴുതി വരുന്നത് പിന്നെയും കുഴപ്പമില്ല. എന്നാൽ വീഡിയോ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ ഫോൺ സെറ്റിംഗ്സിന്റെ ഓപ്ഷനുകൾ കാണിക്കുന്ന ഭാഗത്ത് ഇതിങ്ങനെ എഴുതി വരുമ്പോൾ ആ ഓപ്ഷനുകൾ ശരിക്കും മനസ്സിലാകാൻ അതൊരു തടസ്സമാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിക്കാം. അതിനുശേഷം മറ്റൊരു രീതിയും കാണിക്കാം. അപ്പൊ നിങ്ങൾ ഏത് വീഡിയോയാണോ യൂട്യൂബിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വീഡിയോയുടെ സ്ക്രീനിന് മുകളിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പൊ ആ വീഡിയോയുടെ സ്ക്രീനിന് മുകളിൽ ഇതുപോലെ കുറച്ച് ഓപ്ഷനുകൾ വരും. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുകയാണ്. ഇപ്പൊ എൻ്റെ ഈ വീഡിയോയുടെ സ്ക്രീനിന് മുകളിൽ റൈറ്റ് സൈഡിലെ ഈ കോർണറിലായിട്ട് ഒരു ഗിയർ ഐക്കൺ കാണുന്നില്ലേ? അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് CC എന്നൊരു ഓപ്ഷൻ വൈറ്റ് കളർ ബോക്സിലായിട്ട് കാണുന്നുണ്ടല്ലോ. അതിപ്പോ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ ബോക്സ് വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പൊ അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുതി വരുന്നത് റിമൂവ് ആകും. അപ്പൊ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, അത് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ സബ് ടൈറ്റിൽ ഇപ്പൊ ഈ വീഡിയോയിൽ വരുന്നില്ല. ഞാൻ വീണ്ടും വീഡിയോയെ പോസ് ചെയ്യുന്നു. ഇനി പിന്നീട് നിങ്ങൾക്ക് വീഡിയോകൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിന് മുകളിൽ സബ് ടൈറ്റിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോ ആണോ ഓപ്പൺ ചെയ്യുന്നത് അതിൽ ഞാൻ ഇപ്പൊ പ്രസ് ചെയ്ത് ഓഫ് ചെയ്ത അതേ CC എന്ന ബോക്സിൽ വീണ്ടും ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ആ CC എന്ന ബോക്സ് പ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പൊ കണ്ടില്ലേ, ആ ബോക്സ് വീണ്ടും വൈറ്റ് കളർ ആയി കഴിഞ്ഞു. അതായത് അതിപ്പോ ഓൺ ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഈ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, വീണ്ടും സബ് ടൈറ്റിൽ കാണിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ എളുപ്പത്തിൽ എനേബിൾ ആക്കാം, അതേപോലെ ഡിസേബിളും ആക്കാം. ഇനി മറ്റൊരു രീതി കാണിക്കാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോയിൽ ഞാൻ സെറ്റിംഗ്സിന്റെ ഓപ്ഷനുകൾ കാണിക്കുന്ന ഒരു ഭാഗമാണിത്. ഇപ്പൊ ആ CC എന്ന ഓപ്ഷൻ ഓഫ് ആണ്. ഞാൻ അതിൽ പ്രസ് ചെയ്തിട്ട് അത് ഓൺ ആക്കുന്നു. ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നു. ഇപ്പൊ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വീഡിയോ പോസ് ചെയ്യുന്നു. ഇനി ആ CC എന്ന ബോക്സിന്റെ റൈറ്റ് സൈഡിലുള്ള ആ ഗിയർ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെയായിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷനുകളും ഉണ്ട്. അതിൽ നടുവിലായിട്ട് ആ CC എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ, അതായത് ക്യാപ്ഷൻ. അപ്പൊ ആ ക്യാപ്ഷൻ എന്ന ഓപ്ഷനെ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന 3 ഓപ്ഷനുകളിൽ മലയാളം ഓട്ടോ ജനറേറ്റഡ് എന്ന ഓപ്ഷനാണ് ഇപ്പൊ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് മുകളിലുള്ള ഓപ്ഷനായ ടേൺ ഓഫ് ക്യാപ്ഷൻസ് എന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്ഷൻ ഡിസേബിൾ ആകുന്നതാണ്. അപ്പൊ ഞാൻ ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അത് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ യൂട്യൂബ് വീഡിയോകളുടെ സ്ക്രീനിന് മുകളിൽ വരുന്ന ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷകളിലോ വരുന്ന സബ് ടൈറ്റിലിനെ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ആവശ്യമെങ്കിൽ വീണ്ടും പിന്നീട് എനേബിളും ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.